ക്യാൻസർ പേഷ്യൻസും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് റെഡ് മീറ്റ് കഴിക്കാമോ എന്നുള്ളത്. ഇപ്പം മട്ടൺ, പോർക്ക്, ബീഫ് എന്നിവയാണ് റെഡ് മീറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിലർ പറയും ഈവൻ ചിക്കൻ്റെ കാലുകൾ പോലും റെഡ് മീറ്റ് ആണെന്ന്. അപ്പം ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കാം, പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു അൺഹെൽത്തി കുക്കിംഗ് ആണ് ഇതിനെ ഒരു പ്രശ്നമാക്കുന്നത്. പിന്നെ ഒരുപാട് കഴിച്ചാലും ഒരു പ്രശ്നമാണ്. അൺഹെൽത്തി കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ബാർബിക്യൂയിങ്, ഡ്രില്ലിങ്, ഡീപ്പ് ഫ്രൈയിങ്, സ്മോക്കിങ് ഇവയെല്ലാം കൊണ്ട് ഇതിനകത്ത് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആൻഡ് ഹെട്രോസൈക്ലിക് അരോമാറ്റിക് അമീൻസ് എന്നീ വിഷവസ്തുക്കൾ ഉണ്ടാകുകയും ഇത് ഒരു കാർസിനോജനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റെഡ് മീറ്റുള്ള മയോഗ്ലോബിൻ അത് വൻകുടലിൽ വിഘടിച്ച് ലാർജ് എമൗണ്ട് ഓഫ് ഹീമും അയണും ഉണ്ടാക്കും അവിടെ. അപ്പോൾ ഈ ഹീമും അയണും ഉൾപ്പാളികളെ, വൻകുടലിൻ്റെ ഉൾപ്പാളികളിൽ വിള്ളലുണ്ടാക്കും. അത് നല്ല ബാക്ടീരിയയെ നശിപ്പിക്കും. ഈ വിള്ളലുണ്ടാകുമ്പോൾ ചീത്ത ബാക്ടീരിയയും ടോക്സിൻസ് ആയിട്ടുള്ള സബ്സ്റ്റൻസും അകത്തേക്ക് വലിച്ചെടുക്കുന്നു. അപ്പം നമുക്ക് ഇത് റെഡ് മീറ്റ് ഉപയോഗിക്കാം. അതിൻ്റെ ഇത് 2A കാർസിനോജനായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രോസസ്ഡ് മീറ്റ് ഗ്രൂപ്പ് 1 കാർസിനോജനാണ്. അപ്പോൾ അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. റെഡ് മീറ്റ് കുറച്ച് നമുക്ക് ഉപയോഗിക്കാം, അതെന്നാൽ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യണം. കുക്കിംഗ് പ്രോപ്പർ എന്ന് പറഞ്ഞാൽ അത് കറിയായിട്ട് യൂസ് ചെയ്യാം, അല്ലെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം. അപ്പം നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നത് ലെസ് ദാൻ 300 ഗ്രാം പെർ വീക്കാണ്. കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ റെഡ് മീറ്റ് ആ രീതിയിൽ കുക്ക് ചെയ്ത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള എമൗണ്ടിൽ കഴിക്കാം.